यार, वो एसएसआर के बारे में तुम्हारे पास कुछ खबर है? वो नंबर वन हरामी है। उसको मालूम है विक्र किधर है। जाओ उसके घर पे, उसको बीवी का समझाओ। बस एक दिन का मौका देता उसको, समझा तू? हम उसको मिलने के लिए कोशिश करते साहब। കെട്ടിയോൻ എങ്ങോട്ട് പോയെന്ന് നിനക്ക് ഒരു വിവരവും ഗുരുവായൂർക്ക് പോയതാണ് സർ. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർക്ക് തൊഴാൻ പോകുന്ന പതിവുള്ളതാ. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്താറുണ്ട്. ഇതിപ്പോ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് 6 ദിവസമായല്ലോ. ചിലപ്പോ ചില ബിസിനസ് കാര്യങ്ങൾക്കായി 2-3 ദിവസം വൈകാറും പതിവുണ്ട്. സ്വന്തം വാഹനത്തിലാണോ പോവാറ്? അല്ല, ട്രെയിനിലാ പോയത്. ദാ കാർ ഷെഡിലുണ്ട്. പുള്ളിക്ക് വിഗ്രഹങ്ങൾ വിൽക്കുന്ന പണിയാണല്ലേ? ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പാ. എന്നാ ഈ ബിസിനസിന്റെ കൂടെ വിഗ്രഹത്തിന്റെ ബിസിനസും കൂടെ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വന്നാ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് SP കാണാൻ പറഞ്ഞു. SP യോ? ആ, നമ്മുടെ സാറാരാ? CI അല്ല, SI. അദ്ദേഹത്തെ വന്ന് കാണാൻ പറയണം. സംഭവത്തിന്റെ ഗൗരവം അറിയാവല്ലോ. പിന്നെ ഞങ്ങളുടെ സാറ് ഭയങ്കര വാശിയില്ല. പോക്കൂന്ന് പറഞ്ഞാ പോക്കും. സ്വാമി രക്ഷിക്കണം. ആരാ? എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാ. എന്താ നിങ്ങളുടെ പ്രശ്നം? സ്വാമി, ഇതെന്റെ മൂത്ത മകൻ തുഷാർ. ഇവന് കുറച്ച് ദിവസമായി ഒരു അസുഖം പോലെ. എന്താണ് തുഷാറിന്റെ അസുഖം? എന്തോ ഒരു മാനസികമായ അസ്വസ്ഥത ബാധിച്ചതുപോലെ. ആരെയെ ഭയക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊരു തിരിഞ്ഞുനോട്ടം. എന്നു മുതലാണ് ഇത് തുടങ്ങിയത്? കുറച്ച് നാളുകളായി. എന്താണ് തുഷാറിന്റെ ജോലി? നേവൽ ബേസിലായിരുന്നു. സിറ്റിയിലായിരുന്നു ജോലിയെങ്കിലും ഒരു ദിവസം പോലും ഇവൻ ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. കൃത്യം 8:30 മണിക്കുള്ള ബസ്സിൽ ഇവൻ ഇവിടെ വന്നിറങ്ങാറുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇവന് ഞങ്ങളോട്. ശരി, അത് മനസ്സിലായി. നിങ്ങളുടെ നിഗമനത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം? അറിയില്ല സ്വാമി. ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു 1.5 കിലോമീറ്റർ കാണും. ഈ ദൂരപരിധിക്കുള്ളിൽ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? 4 കുടുംബങ്ങൾ. എന്നാൽ ഈ കുടുംബങ്ങളിലുള്ളവരെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ ഒരു അവസരമൊരുക്കണം. അവരോട് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ എത്രയും വേഗം ചെയ്യാം സ്വാമി. ശരി, അങ്ങനെ ആവട്ടെ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ? ഉണ്ട് സ്വാമി. എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ശകുന്തളെ കൊണ്ടല്ലേ സ്വാമി മനസ്സിലാക്കുന്നു. സ്വാമി ഇതെങ്ങനെ മനസ്സിലാക്കണേ? അറിയില്ലേ, സ്വാമി മഹാസിദ്ധനല്ലേ, എല്ലാം മനക്കണ്ണിൽ മനസ്സിലാക്കും. എന്റെ മകൾ ശകുന്തള ഒരു പ്രത്യേക ടൈപ്പാണ്. ജ്യോത്സ്യത്തിലൊന്നും അവൾക്ക് യാതൊരു വിശ്വാസവുമില്ല. ഞങ്ങളൊട്ട് വിളിച്ചാൽ വരികയുമില്ല. പെൺകുട്ടികൾക്ക് അനുസരണക്കേട് നല്ലതല്ല. ഉടനെ അവളെ ഇവിടെ കൊണ്ടുവരൂ. അല്ലെങ്കിൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ ആ പാവം പെൺകുട്ടി നേരിടേണ്ടി വരും.